ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓടി ഓടി അവൾ ആകെ തകർന്നു. കാലുകൾ വേച്ച് പോകുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഭർത്താവായ ലോത്ത് ശക്തിയോടെ മുന്നിൽ ഓടുന്നുണ്ട്. 2 പെൺമക്കളും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് അവർക്കൊപ്പം ഓടിയെത്താൻ കഴിയുന്നില്ല. ഇന്നലെ 2 അതിഥികൾ വീട്ടിൽ വന്നതോടെ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. അവർ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും ഭർത്താവ് അവരെ നിർബന്ധിച്ചാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതിഥികളെ സൽക്കരിക്കുക എന്ന പാരമ്പര്യം വിട്ടുകളയാൻ കഴിയില്ലല്ലോ. കുറച്ച് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് അടുക്കളയിൽ ഉപ്പ് തീർന്നിരിക്കുന്നു. അടുത്ത വീട്ടിൽ നിന്ന് ഉപ്പ് വാങ്ങാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവർക്ക് വീട്ടിലെ വിശേഷങ്ങളെല്ലാം അറിയണം. അതിഥികളെക്കുറിച്ച് പറഞ്ഞത് വലിയ അബദ്ധമായി പോയി. വീട്ടിൽ വന്ന് അപ്പമൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് വലിയ ബഹളം. അതിഥികളെ ആക്രമിക്കാനെത്തിയ സോദോമിലെ വലിയ ജനക്കൂട്ടമായിരുന്നു പുറത്ത്. അതിഥികൾ വലിയ സിദ്ധന്മാരായിരുന്നതുകൊണ്ട് രാത്രി എങ്ങനെയോ കഴിച്ചുകൂട്ടി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പുറപ്പെട്ടതാണ്. സോവാർ എന്ന കൊച്ചു ഗ്രാമമാണ് ലക്ഷ്യം. പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ഓടണമെന്നുള്ള നിർദ്ദേശത്താൽ ഭർത്താവും മക്കളും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഓട്ടമാണ്. അപ്പോഴാണ് പുറകിൽ നിന്ന് വലിയ ശബ്ദം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കി. അത് ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും വന്ന് വീണു. തങ്ങളെല്ലാ സമ്പാദ്യവും വീടും ഗ്രാമവും എല്ലാം കത്തി നശിക്കുന്നു. ആ കാഴ്ച കണ്ട് അവൾ ശബ്ദയായി നിന്നു. എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ഒരു നിമിഷം കൊണ്ട് കത്തി അമരുന്നത്. ഞെട്ടിക്കുന്ന ആ കാഴ്ചയിൽ നിന്ന് അവൾക്ക് പിന്നെ അനങ്ങാൻ സാധിച്ചില്ല. നിശ്ചലയായി നിന്ന് അവളെ പുകപടലം ആകെ മൂടി. ദിവസങ്ങൾ കഴിഞ്ഞ് ആ വഴി വന്നവർ കണ്ടത് ഉപ്പുതൂണായി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ്. ചിലരുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടങ്ങളുടെ കഥ മാത്രമേ കാണാനുള്ളൂ. ആ കാഴ്ചയിൽ ഒരുപക്ഷെ നിശ്ചലരായി മാറുമവർ. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. പക്ഷെ അതിലെന്തിരിക്കുന്നു? എല്ലാം നഷ്ടമായി. ആരും സങ്കടങ്ങൾ കേൾക്കാനില്ലാതെ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൂട്ടിന് ആരുമില്ലാതെ കഴിയുന്ന ചില ഉപ്പുതൂണുകൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റും, അല്ല സ്വന്തം കുടുംബത്തിൽ തന്നെ കണ്ടേക്കാം. പഴയതിലേക്ക് നോക്കിയാൽ നഷ്ടബോധം മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്ന് അറിയാത്തവരല്ല. അങ്ങനെ നോക്കാൻ വിധിക്കപ്പെട്ടവരാണവർ. കാരണം അവരുടെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും കഥയാണ് പിന്നിലുള്ളത്. തിരിഞ്ഞു പോലും നോക്കാതെ എല്ലാം ഇട്ടെറിഞ്ഞു പോരുക എന്നത് എങ്ങനെ സാധിക്കും? തിരിഞ്ഞു നോക്കുന്നവർ നിശ്ചലരാകാതെ ജീവിക്കണമെങ്കിൽ കൂട്ടാകാൻ ആരെങ്കിലുമൊക്കെ വേണം. വേദനകളിൽ, പ്രയാസങ്ങളിൽ, നഷ്ടങ്ങളിൽ ആശ്വാസമായും സ്വാന്തനമായും ഒക്കെ ആരെങ്കിലും. അപ്പോൾ ഉപ്പുതൂണുകളെ ജീവനുള്ളതാക്കി മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ കുറിച്ചാണ് പണ്ടുള്ളവർ പാടിയതെന്ന് നാളെ തിരിച്ചറിയേണ്ടി വരും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താതന്മാരിൽ കീർത്തനച്ചോ അശരണരഗതികളെ, താതന്മാരിൽ കീർത്തനച്ചോ. പിന്തിരിഞ്ഞോ നോക്കി ഞാനെൻ കഷ്ടതൻ ഇന്നലെകൾ. പിന്തിരിഞ്ഞോ നോക്കി ഞാനെൻ കഷ്ടതൻ ഇന്നലെകൾ. ദൈവമെന്നെ കാത്ത വിധം വർണ്ണനയ്ക്കതീതമല്ലോ. ദൈവമെന്നെ കാത്ത വിധം വർണ്ണനയ്ക്കതീതമല്ലോ.